ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റായ മനസ്സ് തുറക്കാം എന്നതിലെ ഫസ്റ്റ് പാഠമാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. ഈ യൂണിറ്റിലുടനീളം ഭാഷയെക്കുറിച്ചും ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സ്വന്തം ഭാഷ. ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, രാജാവേ, എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല. അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ്. രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി. എന്തൊരത്ഭുതം! വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു. ഓരോന്നും സ്വന്തം മാതൃഭാഷയെന്ന് തോന്നിക്കുമാറ് നല്ല ഒഴുക്കോടും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം. രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താകുഴപ്പം. വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട്. ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോട് ആവശ്യപ്പെട്ടു. രാമൻ വിദ്വാന്റെ അടുത്തെത്തി. എന്നിട്ട് ബാക്കി എന്ത് സംഭവിച്ചു എന്ന് നമുക്കവിടെ ചിത്രത്തിലൂടെ തന്നിട്ടുണ്ട്. എന്തായിരിക്കും മക്കളെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? തെന്നാലി രാമൻ ആ വിദ്വാന്റെ കാലിൽ ചവിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോ വേദനിച്ചപ്പോ അമ്മ എന്ന് നിലവിളിക്കുന്നു. ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് ചർച്ച ചെയ്യുക. സ്നേഹവും വേദനയും ദേഷ്യവും എല്ലാം പ്രകടിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യം മാതൃഭാഷ തന്നെയാണ്. ഇവിടെ തെന്നാലി രാമൻ വിദ്വാന്റെ കാലിൽ ചവിട്ടുകയും അദ്ദേഹം വേദന കൊണ്ട് അമ്മേ എന്ന് നിലവിളിക്കുകയും ചെയ്യുന്നു. അതോടെ വിദ്വാന്റെ മാതൃഭാഷ മലയാളമാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ ആദ്യ പാഠത്തിലേക്ക് കടക്കാം. നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിന് മാത്രമല്ല, നമ്മെ ചേർത്ത് പിടിക്കുന്നതിനും മാതൃഭാഷയ്ക്ക് കഴിയും. മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്നാണ് നമ്മളുടെ പാഠത്തിന്റെ പേര്. മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത്. കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു. അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല, അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല, അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല, ഭാവവും കൂടിയുണ്ട്. ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും, നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു. അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്നത് മാതൃഭാഷയാണ്. വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം. ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവുമെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിൽ തന്നെയായിരിക്കും. ഏത് കൃത്രിമമായ ഇതര ഭാഷാന്തരീക്ഷത്തിലും തലയിൽ ഒരു തേങ്ങ വന്നു വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും. അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിന്റെ ഭാഷ മാതൃഭാഷ തന്നെ. അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു. നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ്. സാഹിത്യം ഇങ്ങനെ ഒരനുഭവത്തെ പലതാക്കി പെരുക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു. കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല. ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി. പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ. അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. മറ്റു ശാസ്ത്രങ്ങൾ ഉള്ളതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു. മാതൃഭാഷ അനേകം ഭാവനാ ബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്തു നിർത്തുന്നു. പി പവിത്രന്റെ മാതൃഭാഷയും സൗന്ദര്യബോധവും എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. വായിക്കാൻ പറയാം. ചോദ്യം 1. കുട്ടിക്കാലത്തിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? കുട്ടിക്കാലത്ത് നാം എന്തും ആദ്യമായി പരിചയപ്പെടുന്നത് മാതൃഭാഷയിലൂടെയാണ്. അമ്മ എന്ന വാക്കിൽ തുടങ്ങി എത്രയെത്ര വാക്കുകളും വാക്യങ്ങളുമാണ് കുഞ്ഞുമക്കൾ പഠിച്ചു വരുന്നത്. മധുരം, കയ്പ്, എരിവ്, പുളി തുടങ്ങിയ രുചികളും നല്ലതും ചീത്തയുമായ മണങ്ങളും കാഴ്ചകളും കേൾവികളും എല്ലാം അനുഭവിക്കുമ്പോൾ അവിടെ അനുഭവം മാത്രമല്ല, ആശയം കൂടെയാണ് കുട്ടികൾ അറിയുന്നത്. ഇതെല്ലാം മാതൃഭാഷയുടെ സാന്നിധ്യം മക്കളിൽ എത്തിക്കുന്നുണ്ട്. ചോദ്യം 2. ഇടി, നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു? ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും, നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയുമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്.
ചോദ്യം 3. ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ? അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. ചോദ്യം 4. ഭാഷ നമ്മെ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തല്ല? നമ്മുടെ കൺമുന്നിൽ ഇല്ലാത്ത വസ്തുക്കളെയും കാഴ്ചകളെയും നമ്മുടെ മുന്നിലെത്തിക്കാൻ ഭാഷയ്ക്ക് കഴിയുന്നു. പുഴ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പുഴയുള്ളതായും, തേൻ എന്ന് കേൾക്കുമ്പോൾ മധുരിക്കുന്നതായും, പുളി എന്ന് കേൾക്കുമ്പോൾ പുളിക്കുന്നതായും, ഇരുട്ട് എന്ന് കേൾക്കുമ്പോൾ ഭയക്കുന്നതായും നമുക്ക് തോന്നുന്നത് ഭാഷയുടെ അപാര കഴിവുകൊണ്ടാണ്. ബന്ധപ്പെടുത്തി പറയാം. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു. ഇതുപോലുള്ള ചില അനുഭവങ്ങൾ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം എന്നിവയുമായി ചേർത്ത് പറയാമോ? കാട് എന്ന് കേൾക്കുമ്പോൾ വലിയൊരു കാട്ടിലാണ് നാം എന്ന് തോന്നും. വെള്ളച്ചാട്ടം എന്ന് കേൾക്കുമ്പോൾ ശക്തമായ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം ചെവിയിൽ ഇരമ്പുന്ന പോലെ തോന്നും. ഇവിടെ കാട് എന്ന് പറയുന്നത് കാഴ്ചയാണ്, വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കേൾവിയെയാണ്. ഏതെങ്കിലും ഇഷ്ടമുള്ള ഭക്ഷണം ആലോചിക്കുമ്പോൾ അതിന്റെ രുചിക്കൊപ്പം മണവും നമുക്ക് അനുഭവപ്പെടുന്നു, അത് രുചിയാണ്. തേൻ എന്ന് പറയുമ്പോൾ അത് മണമാണ്, മണം. ഓക്കെ, തേൻ എന്ന് പറയുമ്പോൾ നാവിൽ മധുരം കിനിയുന്നു, അത് രുചിയാണ്. മഴ എന്ന് കേൾക്കുമ്പോൾ മഴത്തുള്ളികൾ നമ്മുടെ മേൽ പതിയുന്ന അനുഭൂതി തോന്നാം, അത് സ്പർശമാണ്. അടുത്ത ചോദ്യം, കാണാത്തത് കാണാം. ഒരു കാരണവും കൂടാതെ എപ്പോഴും പരാതി പറയുന്ന ചിലരുണ്ട്. അവർക്കൊരു കാരണം കിട്ടിയാലോ? മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണതുപോലാകും. ഇവിടെ നായയെക്കുറിച്ചോ തേങ്ങയെക്കുറിച്ചോ അല്ല, ചില ആളുകളുടെ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിതയിൽ സാന്ദർഭികമായി പറഞ്ഞ വരി നോക്കൂ. പാണ്ടൻ നായുടെ പല്ലിൻ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇതിപ്പോൾ ചൊല്ലായി തീർന്നിട്ടുണ്ട്. ഈ ചൊല്ല് പാണ്ടൻ നായുടെ പല്ലിനെയോ ശൗര്യത്തെയോ അല്ല, പരാമർശിക്കപ്പെട്ട ആളിന് വന്നു ചേർന്ന ശക്തിക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. തുടർന്നു കൊടുത്തിട്ടുള്ള ചൊല്ലുകളിലെ പരിചിത വസ്തുക്കളും അനുഭവങ്ങളും ചൊല്ലുകൾ മനസ്സിലുണ്ടാക്കുന്ന ആശയവും കണ്ടെത്തി ഈ പട്ടിക പൂർത്തിയാക്കുക. നമുക്കിവിടെ പഴഞ്ചൊല്ല്, അതിലെ പരിചിത വസ്തുക്കൾ, അനുഭവങ്ങൾ എന്നിവയും പിന്നെ ഉണ്ടാക്കുന്ന ആശയവും എന്താണെന്ന് ഉള്ള പട്ടിക തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പഴഞ്ചൊല്ല്, പാണ്ടൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അതിൽ പരിചിത വസ്തുക്കൾ എന്തൊക്കെയാണ്? നായയുണ്ട്, പല്ലുണ്ട്, പിന്നെ ശൗര്യം അതായത് കരുത്തുണ്ട്. അപ്പം മനസ്സിലുണ്ടാക്കുന്ന ആശയം എന്താണ്? അതിൻ്റെ ആശയം എന്താണ്? ഒരു കാലത്ത് കരുത്തനായിരുന്നെങ്കിലും ഇപ്പോൾ അയാളുടെ ശക്തി വേണ്ടത്ര ഫലിക്കുന്നില്ല എന്നാണ്. അടുത്ത പഴഞ്ചൊല്ല്, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. പുലി പുല്ല് തിന്നുക. എന്തെങ്കിലും വലിയൊരു ബുദ്ധിമുട്ട് വന്നാൽ എന്തും ചെയ്യാൻ തയ്യാറാവും എന്നാണ് ഇതിൻ്റെ ആശയം. അണ്ണാറക്കണ്ണനും തന്നാലായത്. അണ്ണാൻ, ഓക്കെ, ഒരാളെ കൊണ്ട് കഴിയുന്നത് ചെറിയൊരു കാര്യമാണെങ്കിലും അത് ചെയ്യുക എന്നാണ് അതിൻ്റെ ആശയം. ഇത്തരത്തിൽ ഒരുപാട് പഴഞ്ചൊല്ലുകളെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഹൃദയത്തിന്റെ ഭാഷ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മായുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം വായിക്കാം. അബ്ദുൽ ഖാദർ ഒരു സ്കൂൾ മാസ്റ്ററായിരുന്നു, വലിയ വ്യാകരണക്കാരനും. പണ്ടൊരിക്കൽ ഇവൻ ഉമ്മയോട് പറഞ്ഞു, മാതാവേ, കുറച്ച് ശുദ്ധജലം തന്നാലും. അന്ന് ഉമ്മ ചോറ് വിളമ്പുന്ന വലിയ തവി കൊണ്ട് തല്ലി. ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു, നീ അങ്ങനെ പറഞ്ഞാൽ മതിയടാ, നീ എന്നെ എന്തെന്ന് വിളിക്കും? പിതാവെന്ന്. അത് കേട്ടപ്പോൾ തവി കൊണ്ട് ഉമ്മ ഒന്നുകൂടി കൊടുത്തു. പിന്നെ അവൻ ഉമ്മ എന്നും ബാപ്പ എന്നുമേ വിളിച്ചിട്ടുള്ളൂ. മാതാവേ എന്നും പിതാവേ എന്നും വിളിച്ചപ്പോൾ ഉമ്മ തവി കൊണ്ടടിക്കാൻ എന്തായിരിക്കും കാരണം? ഉമ്മ ഉപ്പ എന്ന് വിളിക്കുന്നതിന് പകരം മാതാവ് പിതാവ് എന്ന് വിളിക്കുമ്പോൾ വല്ലാത്തൊരു അകലം അനുഭവപ്പെടുന്നുണ്ട്. മാതാവ് പിതാവ് എന്നിവ ഔപചാരികതയുള്ള വാക്കുകളാണ്. ഉള്ളിലെ സ്നേഹവും അടുപ്പവും പ്രകടമാവുന്നത് പ്രാദേശികമായ ഉമ്മ, ബാപ്പ തുടങ്ങിയ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ തന്നെയാണ്. അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ മാതാപിതാക്കളെ എന്താണ് വിളിക്കാറുള്ളത്? കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കും? ചർച്ച ചെയ്യുക. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നിങ്ങൾ ഓരോരുത്തരും പല രീതിക്കായിരിക്കും അല്ലേ വിളിക്കുന്നത്. അപ്പോൾ അതെന്താണോ അത് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾക്ക് മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്നുള്ള ഈ ആദ്യത്തെ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 6ാം ക്ലാസ്സിലെ മക്കളുടെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്